Would we get half the central angles if the ends of an arc joined by any point on the circle? അതായത് ഏതൊരു പോയിന്റിൽ വെച്ചാലും സെൻട്രൽ ആംഗിളിന്റെ ഈ പകുതി ആയിരിക്കുമോ ആ ആംഗിൾ? അതായത് നമ്മൾ പ്രൂവ് ചെയ്തത് ഈ ഒരു കേസാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ഈ ഒരു പ്രോപ്പർട്ടി ഏതൊരു കേസിലും ട്രൂ ആണോ എന്നാണ് നമ്മൾ അടുത്തത് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് കേസ് ഈസ് കേസ് നമ്പർ 1. If the line is passing through the center of the circle, സെന്റർ ഓഫ് ദ സർക്കിളിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലെ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ ലെറ്റ് ദിസ് ആംഗിൾ ഈസ് എക്സ് ഡിഗ്രി. So these two sides are radius, and therefore it is an isosceles triangle. This triangle is an isosceles triangle. Two sides are equal. So we can say that the angle opposite to the sides, equal sides, are equal angles. So this angle could be x degree. And if we see that ഇതൊരു ഈ ഒരു ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഇത്, അല്ലെ? എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ചിട്ട് എന്ത് പറയാം? ഈ ഒരു ആംഗിളിന്റെ ഇന്റീരിയർ ആംഗിളിന്റെയും ഈ ഇന്റീരിയർ ആംഗിളിന്റെയും സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ദാറ്റ് ഈസ് എക്സ് ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഇവിടെ ഈ ഒരു ആംഗിള് എക്സ് ഡിഗ്രി ആണെങ്കിൽ ദ സെൻട്രൽ ആംഗിൾ 2x ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു കേസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ എക്സിന് പകരം സി ആണ് എടുത്തതെങ്കിൽ ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഇത് 2c ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് സി ഡിഗ്രി ആണെങ്കിൽ ഇത് ഹാഫ് സി ഡിഗ്രി ആയിരിക്കും. സോ ഈ ഒരു കണ്ടീഷൻ സെന്ററിലൂടെ കടന്നു പോകുന്ന ലൈൻ ആണെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കേസ് 1 പ്രൂവ് ചെയ്തു ഇത് ഹാഫ് സി ഡിഗ്രി ആയിരിക്കും. ഈ ഒരു സെൻട്രൽ ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ഫോംഡ് ബൈ the lines joining to the point from end points of the arc is half of the central angle ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ കേസ് 1 കഴിഞ്ഞു. ഇനി കേസ് 2 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ഇവിടെയാണ്, അതായത് ലോവർ പൊസിഷനിലാണ് ഈ ഒരു പോയിന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഇതൊരു സി ഡിഗ്രി ആണെങ്കിൽ ഇത് ഹാഫ് സി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സോ ഫോർ ദാറ്റ് വി ഡ്രോ എ ലൈൻ വിച്ച് ഈസ് പാസിംഗ് ത്രൂ ദ സെന്റർ. നമ്മളൊരു ലൈൻ വരച്ചു which is passing through the center of the circle, and we consider it as x degree. So these two sides are equal and it is an isosceles triangle. So this angle could be x degree. ഇത് x degree ആണ്, ഈ ഒരു ആംഗിളും x degree ആണ്. Look at this angle. This angle is exterior angle of the triangle. If it is name it as AOC, then we can say that AOC എന്ന ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഈ AOD എന്ന് പറയുന്ന ആംഗിൾ, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ്റ്റീരിയർ ആംഗിൾ തിയറം വെച്ചിട്ട് 2x ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ എന്ന് കിട്ടി. അടുത്തത് ഈ ഒരു ആംഗിളിന്റെ ആണ് സോ നെക്സ്റ്റ് നമ്മൾ വി കൺസിഡർ ദിസ് ആംഗിൾ. ഈ ഒരു ആംഗിള് നമ്മൾ y ഡിഗ്രി ആണെന്ന് എടുത്തു. y ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും ഇത്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഈ രണ്ട് വശങ്ങളും sides are equal, അല്ലെ? റേഡിയസ് ആണ്. So we can say that this triangle is an isosceles triangle.
So this angle could be y degree. So we have the two angles here and here. So we consider this triangle, and this angle will be the exterior angle. So this angle is the sum of the interior angles, that is 2y degree. So we have two angles, 2y degree and 2x degree. From this we can say that this angle C degree is 2y degree minus 2x degree, that is C degree equal to 2y degree minus 2x degree. So and this angle ഈ ആംഗിൾ എന്തായിരിക്കും y ഡിഗ്രിയുടെയും എക്സ് ഡിഗ്രിയുടെയും ഡിഫറൻസ് ആണ്, അതായത് y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് സി ഡിഗ്രി എന്ന് പറയുന്നത് 2y ഡിഗ്രി മൈനസ് 2x ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോ ഇതിൽ നിന്ന് 2 പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആയിരിക്കും. ഇനി ഈ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1/2 സി ഡിഗ്രി ഈക്വൽ ടു y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് ഹിയർ y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സി ഡിഗ്രി എന്ന് കിട്ടി. സോ വി ഹാവ് പ്രൂവ് ദാറ്റ് ദിസ് ആംഗിൾ ഈസ് ഹാഫ് ഓഫ് സി ഡിഗ്രി. ഇതെന്തായിരുന്നു, ഇത് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, 2y ഡിഗ്രി മൈനസ് 2x ഡിഗ്രി ആയിരുന്നു. ഈ ആംഗിൾ നമുക്ക് കിട്ടിയത് y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി ആണ്. നമ്മൾ എന്ത് ചെയ്തു, y ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് സി ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്തു. സോ ദിസ് ഈസ് ഹാഫ് ഓഫ് സി ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി. മനസ്സിലായില്ലേ? നെക്സ്റ്റ് കേസ് 3. If the point is lies here and the central angle is a reflex angle. Reflex angle എന്ന് പറയുന്നത് above 180 degree ആയിരിക്കും, and it large angle ആയിരിക്കും. ഈ ഒരു സി ഡിഗ്രി ആണെങ്കിൽ ഇത് ഹാഫ് ഓഫ് സി ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. We just draw a line which is passing through the point center of the circle. This angle is x degree and this angle is y degree. Then we have the triangle. Look at this triangle, which is an isosceles triangle because these two sides are equal, which is the radius of the circle, and these two sides are equal, which is also radius of the circle. So we get two isosceles triangles. രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസ് കിട്ടി അല്ലെ? അപ്പൊ രണ്ട് ഐസോസെലസ് ട്രയാങ്കിൾസിൽ രണ്ട് ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ദിസ് ആംഗിൾ കുഡ് ബി എക്സ് ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ കുഡ് ബി വൈ ഡിഗ്രി. സോ വി ഹാവ് ലുക്ക് അറ്റ് ദിസ് ട്രയാങ്കിൾ ABC. ABC എന്ന ട്രയാങ്കിളിന്റെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് ABC ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, the sum of interior angles is the exterior angle. So we can say that this angle is 2x degree. അതുപോലെ തന്നെ ഈ ഒരു ഐസോസ്ലസ് ട്രയാങ്കിൾ BCD എടുത്താൽ അതില് ഈ രണ്ട് ഇന്റീരിയർ ആംഗിളിന്റെയും സം ആയിരിക്കും നമ്മുടെ എക്സ്റ്റീരിയർ ആംഗിൾ ആയ ഈ ഒരു ആംഗിൾ അല്ലെ, അതായത് 2y ഡിഗ്രി ആയിരിക്കും. സോ വി ഗെറ്റ് ഈ ഒരു മൊത്തം ആംഗിൾ, അതായത് ഈ ഒരു മൊത്തം ആംഗിൾ എന്ന് പറയുന്നത് 2x ഡിഗ്രി പ്ലസ് 2y ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് 2 into x degree plus y degree. So here is x degree plus y degree ആണ് അല്ലെ.
ആംഗിൾ ബി എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് അതിന്റെ ഡബിൾ ആണ് കിട്ടിയത്. 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആണ് കിട്ടിയത്. ഈ ഒരു ആംഗിളിന്റെ ഹാഫ് ആണ് ഈ ഒരു ആംഗിൾ എന്ന് കിട്ടിയില്ലേ. ഈ ഒരു ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഹാഫ് ഓഫ് സി ഡിഗ്രി ആണ്. അതായത് നമ്മൾ ഇവിടെ 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി കിട്ടി. ഇവിടെ എന്ത് കിട്ടി? എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി കിട്ടി. സോ ഇതിന്റെ ഡബിൾ ആണ് ഇത്. അതായത് ഈ ഒരു ആംഗിളിന്റെ ഹാഫ് ആണ് ഈ ഒരു ആംഗിൾ എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചു. സെൻട്രൽ ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒരു ആംഗിള് 180 ഡിഗ്രിയുടെ പകുതി ആയിരിക്കും, അതായത് 90 ഡിഗ്രി ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് വി ഡ്രോ എ ലൈൻ ഫ്രം center of the circle and this point. So we get two angles. Let it be x degree and this angle is y degree. Then it is an this triangle will be an isosceles triangle അല്ലെ. ഈ ഒരു ട്രയാങ്കിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. കാരണം എന്താ? ഈ ഒരു സൈഡും ഈ ഒരു സൈഡും റേഡിയസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. സോ ഇറ്റ് ഈസ് എൻ എക്സ് ഡിഗ്രി. അതുപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് വിൽ ബി ഈക്വൽ. സോ ഇറ്റ് ഈസ് ഓൾസോ y degree. So we have a right angle triangle with angles എത്രയാണ്? എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ആയിരിക്കും. എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. ഇനി നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിളിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ. അപ്പൊ റൈറ്റ് ആംഗിളിന്റെ സമ്മ് 180 ഡിഗ്രി ആണ്. ഇവിടെ നോക്കൂ, എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി. ഇതിനെ നമുക്ക് എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഒരു ഇതാക്കിയിട്ട് എടുക്കാം. അപ്പൊ എന്ത് പറയാം? 2 ഇൻറ്റു എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു 2നെ നമുക്ക് ഈക്വലിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എക്സ് ഡിഗ്രി പ്ലസ് വൈ ഡിഗ്രി ഈക്വൽ ടു എന്താവും? 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷനിലായിരുന്നു, അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷനിലാവും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. That is x degree plus y degree is 90 degree. So we get this angle is 90 degree. So we have 90 degree. So we have 90 degree. ഇത് 180 ഡിഗ്രി ആണെങ്കിൽ ഈ ഒരു ആംഗിള് 190 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് പറയാം, ഹാഫ് സർക്കിളിന്റെ ഏതൊരു പോയിന്റിലും ഉണ്ടാകുന്ന ആംഗിൾ വിച്ച് ഈസ് ഓൾവേസ് 90 ഡിഗ്രി. അപ്പൊ നമ്മൾ ഈ ഒരു ഫുൾ കേസസും നമ്മൾ പരിശോധിച്ചു. നമ്മൾ 5 കേസിലും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. That is, we found that the relation between the central angle of an arc of a circle and the angle which the ends of the arc make with a point on the circle. അപ്പോൾ ഈ ഒരു റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസിലും, മിക്ക ക്വസ്റ്റ്യൻസിലും ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. A problem in each picture below the central angle of an arc of a circle is shown. In each, calculate the angles which the arc makes at the other 2 points. അപ്പോൾ ഓരോ പിക്ചർ 1ലെയും പിക്ചർ 2ലെയും ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട ഈ രണ്ട് ആംഗിൾസും നമുക്ക് കണ്ടുപിടിക്കണം. സോ വി ഹാവ് ദ ഫസ്റ്റ് പിക്ചർ. ഈ പിക്ചറിൽ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണെന്നാണ് തന്നിരിക്കുന്നത്. So we can give a name to the points A, B,
സി ഡി ആൻഡ് ദ സെന്റർ ഒ. നമുക്ക് കൂടുതൽ ഈസി ആയിരിക്കും നെയിം കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ നമ്മുടെ സെൻട്രൽ ആംഗിൾ AOC is equal to 100 degree. So the angle ABC, which is the angle formed by the joining the lines AB and BC from the arc end points of the arc A and C. So we can say that angle ABC is the half of the central angle. So we can say that angle B is half of central angle. Therefore, it is 1 by 2 into 100, that is equal to 50 degree. So, ഇത് നമുക്ക് 50 ഡിഗ്രി ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഒരു ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ ആണ് അല്ലെ? സോ ദിസ് ആംഗിൾ ഈസ് എത്രയായിരിക്കും? 360 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ആയിരിക്കും ഈ ഒരു ആംഗിൾ അല്ലെ? ഫുൾ ആംഗിൾ 360 ആണ്. സോ അതിൽ നിന്ന് 100 ഡിഗ്രി മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടും. സോ ആംഗിൾ AOC is 360 degree minus 100 degree, that is equal to 260 degree. സോ ഇതാണ് നമുക്ക് കിട്ടിയ ആംഗിൾ. ഇതിന്റെ ഈ ഒരു ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഇത്. സോ ആംഗിൾ therefore the angle ADC is half of 260 degree, that is equal to 26ന്റെ പകുതി 13. So 130 degree. Angle ADC is 130 degree. Angle B is, or we can write angle D is 130 degree. Angle B is 50 degree. So we have find the two angles. ഈ ഒരു പിക്ചറിൽ ഈ ഒരു നമുക്ക് ആദ്യം നെയിം കൊടുക്കാം ABCDO. ഇതില് ഈ ഒരു ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 240 ഡിഗ്രി അല്ലെ? അപ്പൊ അതായത് ആംഗിൾ ഡിയുടെ സെൻട്രൽ ആംഗിൾ ആണ് 240 ഡിഗ്രി. Therefore angle D is equal to half of 240, that is equal to 120 degree. So angle D is 120 degree. ഇനി ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ 360 ഡിഗ്രി മൈനസ് 240 ഡിഗ്രി ആയിരിക്കും. അപ്പോ ആംഗിൾ AOC is equal to 360 degree minus 240 degree, that is equal to 120 degree. അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇത് 120 ഡിഗ്രി ആണ്. അപ്പൊ ഈ ഒരു ആംഗിളിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. സോ ഇതിന്റെ പകുതി ആയിരിക്കും ആംഗിൾ ബി. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് സെൻട്രൽ ആംഗിൾ വിച്ച് ഈസ് 120, that is equal to 60 degree. So angle B is 60 degree. ഇവിടെ ആംഗിൾ AOC is 120 degree. നമുക്ക് ഇത് 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഈ ഒരു ആംഗിൾ 120 ഡിഗ്രി ആണ്. So we have the answer.